എമ്പുരാൻ സിനിമയുടെ 4-ാം ദിവസത്തെ ഇതുവരെയുള്ള കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്നത് 10 കോടി കടന്നിട്ടുണ്ട്. എമ്പുരാൻ സിനിമയുടെ 3 ദിവസത്തെ ഗൾഫ് കളക്ഷൻ എന്നത് 41 കോടി 85 ലക്ഷമാണ്. വീക്കെൻഡിൽ എമ്പുരാൻ സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ ഗൾഫ് മാർക്കറ്റിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ബാഹുബലി 2ൻ്റെ കളക്ഷനെയാണ് എമ്പുരാൻ സിനിമ ഗൾഫിൽ ഇനി ബീറ്റ് ചെയ്യാൻ പോകുന്നത്. എമ്പുരാൻ സിനിമയ്ക്ക് 3-ാം ദിവസം കേരളത്തിൽ 9 കോടി 2 ലക്ഷമാണ് ഗ്രോസ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യ ദിവസം 14 കോടി 7 ലക്ഷമായിരുന്നു എമ്പുരാൻ സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ കിട്ടിയത്. 2-ാം ദിവസം 8 കോടി 45 ലക്ഷവും. നേരത്തെ പറഞ്ഞതുപോലെ 3-ാം ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ 9 കോടി 2 ലക്ഷം. അങ്ങനെ സിനിമയുടെ ടോട്ടൽ കേരള കളക്ഷൻ എന്നത് 31 കോടി 54 ലക്ഷമാണ്. ലിയോ സിനിമയുടെ 4 ദിവസത്തെ കേരള കളക്ഷന് സമാനമായ ഒരു കളക്ഷൻ തന്നെയാണ് എമ്പുരാൻ സിനിമയ്ക്കും 4 ദിവസം കൊണ്ട് കിട്ടാൻ പോകുന്നത്. അതായത് ഏകദേശം 42 കോടിയോളം രൂപ എമ്പുരാൻ സിനിമ 4 ദിവസം കൊണ്ട് നേടാനൊരുങ്ങുകയാണ്. എമ്പുരാൻ സിനിമയുടെ 3 ദിവസത്തെ ഏകദേശം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എന്നത് 135 കോടിയോളമാണ്. ഇനി എമ്പുരാൻ സിനിമയുടെ 3 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്നത് 136 കോടിയോളമാണ്. ആദ്യ ദിനം വേൾഡ് വൈഡിൽ നിന്നും 67 കോടിയും 2-ാം ദിനം 34 കോടിയോളവും 3-ാം ദിവസം ഏകദേശം 35 കോടിയോളമാണ് എമ്പുരാൻ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇന്നത്തെ കളക്ഷനോടുകൂടി വേൾഡ് വൈഡിൽ നിന്നും എമ്പുരാൻ സിനിമ 170 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടുമെന്നാണ് മൂവി ട്രാക്കേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ ചൊവ്വാഴ്ചത്തെ കളക്ഷനും കൂടി വരുമ്പോൾ എമ്പുരാൻ സിനിമ 200 കോടിയോളം രൂപ വേൾഡ് വൈഡിൽ നിന്നും കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക.